നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. അധികാരികളുടെ മൂക്കിൻ തുമ്പത്തുള്ള ചില കാഴ്ചകളുണ്ട്. വെറും കാഴ്ചകൾ എന്ന് പറഞ്ഞ പരിമിതപ്പെടുത്താനാവില്ല. അപകടം വരുത്തിവെക്കാവുന്ന സാഹചര്യങ്ങൾ, അത് ഒഴിവാക്കുകയാണ് അഭികാമ്യം. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നീട് നടപടിയും പ്രതിഷേധവും നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. ഇനിയിപ്പോ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ വിശദമായി കാണിച്ച് മനസ്സിലാക്കി തരാം എന്ന് കരുതി CCTV വാർത്തയും നൽകി. എന്തായാലും വാർത്ത ബലം കണ്ടു, നടപടിയും ശരവേഗത്തിലായി. കുന്നംകുളം നഗരസഭ ഓഫീസിനോട് ചേർന്ന വൺ വേ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വലിയ വാഹനങ്ങൾ കടക്കുന്നത് തടയാൻ സ്ഥാപിച്ച ഇരുമ്പു കവാടമാണ് അപകടാവസ്ഥയിലായി കിടന്നിരുന്നത്. ഭാരമേറിയ ക്രോസ് ബാറും വാഹനമിടിച്ച് തകർന്ന നിലയിലായിരുന്നു. കോൺക്രീറ്റ് തൂണിന്റെയും അവസ്ഥയും മോശം. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് ഈ റോഡിലൂടെ പ്രവേശിക്കുന്നത് തടയാനാണ് നഗരസഭ 2 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ഇരുമ്പിന്റെ ക്രോസ് ബാർ സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ചതിന്റെ അടുത്ത ദിവസം കണ്ടെയ്നർ ലോറി കവാടത്തിലിടിച്ച് കേടുപാടുണ്ടായി. ലോറി ഡ്രൈവറുടെ ചെലവിലാണ് അന്ന് നന്നാക്കിയത്. ഒട്ടേറെ വാഹനങ്ങളാണ് ഇതിലൂടെ പ്രവേശിക്കുന്നതിനിടെ ക്രോസ് ബാറിൽ ഇടിക്കുന്നത്. ചിലർ വണ്ടി തിരിച്ചു പോകാറുണ്ട്. ചില ഡ്രൈവർമാർ അപകടം കാര്യമാക്കാതെ മുന്നോട്ടെടുത്ത് കടന്നു പോകുന്നതും പതിവാണ്. മുൻപ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നഗരസഭ അറ്റകുറ്റപ്പണികൾ ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് ഇതിന് വേണ്ടത്ര പരിഗണന നൽകാതെയായി. വലിയ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയുന്നതിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കവാടം നിർമ്മിച്ചത്. നേരത്തെ വലിയ വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ 2 കോൺക്രീറ്റ് തൂണുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ വാഹനങ്ങൾ ഇടിച്ചുള്ള അപകടങ്ങൾ ഏറി. പരാതികളായതോടെ ഇവ നീക്കി കവാടം ഒരു ഭാഗത്ത് ചെരിഞ്ഞാണ് നിന്നിരുന്നത്. മുകളിലെ ഇരുമ്പുതണ്ടുകൾ പൊട്ടിയ നിലയിലുമാണ്. ഇനിയും വാഹനമിടിച്ചാൽ നിലം പതിച്ച് മറ്റൊരു അപകടത്തിന് കാരണമാവുകയും വലിയ ദുരന്തങ്ങൾക്ക് കാത്തുനിൽക്കാതെ അപകടാവസ്ഥയിലായ കവാടത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് ആവശ്യം CCTV വാർത്തയായതോടെ അധികൃതർ ഇടപെട്ടു. നഗരസഭാ ചെയർപേഴ്സന്റെ നിർദ്ദേശപ്രകാരം നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇരുമ്പ് കവാടം പൊളിച്ചുമാറ്റി. വൺ വേ റോഡിലൂടെ വലിയ വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ മറ്റൊരു സംവിധാനം ഒരുക്കുമെന്ന് നഗരസഭ അറിയിച്ചു. ഒരു തവണ അപകടം വഴിമാറിയത് തലനാരിഴയ്ക്കാണ്. ഇനിയും അപകടം സംഭവിച്ച് കൈ മലർത്തിയിട്ട് കാര്യമില്ല. എന്തായാലും CCTVയുടെ ഇടപെടൽ ഒരുപാട് പേരുടെ ജീവനാണ് രക്ഷിച്ചത്. ബദൽ മാർഗവും ഇനി വൈകിക്കൂടാ. അതിനുവേണ്ടിയും ഇനി കാത്തു നിൽക്കുകയും ചെയ്യരുത്. പണവുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ തകൃതിയാണ്. പൊതുജനങ്ങളെ നാവുകൊണ്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സ്വന്തം പോക്കറ്റിൽ പണം വരുത്താൻ പ്രത്യേക ട്രെയിനിങ് കഴിഞ്ഞവരുണ്ട് ഇക്കൂട്ടത്തിൽ. ഒടുവിലെല്ലാം വിശ്വസിച്ചിട്ട് കയ്യിലുള്ള പണം നൽകും, അതും ഇരട്ടി പലിശ പ്രതീക്ഷിച്ച്. ഒടുവിൽ പലിശയുമില്ല മുതലുമില്ല എന്ന അവസ്ഥയാകുമ്പോൾ തട്ടിപ്പും വെട്ടിപ്പും പുറത്തുവരും. എത്രയൊക്കെ പഠിച്ചാലും പൊതുജനം വീണ്ടും തട്ടിപ്പുകാരുടെ കൈകളിൽ ചെന്ന് ചാടുകയും ചെയ്യും. ഫാംഫെഡ് തട്ടിപ്പിൽ ഗുരുവായൂരിൽ നിന്നും പരാതിയെത്തി. സദേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനം നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയതായാണ് പരാതി. ഗുരുവായൂർ മാങ്ങോട്ട് അപ്പാർട്ട്മെന്റിനടുത്ത് കണ്ടിരുത്തി വീട്ടിൽ കൃഷ്ണദാസാണ് പരാതിയുമായി രംഗത്തെത്തിയത്. തന്റെ കയ്യിൽ നിന്ന് 60 ലക്ഷം രൂപ തട്ടിയെടുത്തതായി കൃഷ്ണദാസ് പറഞ്ഞു. ഗുരുവായൂർ സ്വദേശികളായ വാണിവിലാസ് വീട്ടിൽ രഘുനന്ദനൻ, മകനും സ്ഥാപനത്തിന്റെ ജനറൽ മാനേജറുമായ രഞ്ജി എന്നിവർ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ ഉയർന്ന പലിശ നിരക്കിൽ പ്രതിമാസം പലിശ തരാമെന്നും കൂടാതെ നിക്ഷേപിച്ച തുക കാലാവധിക്ക് ശേഷം തിരിച്ചു തരാമെന്നും പറഞ്ഞ് പണം തട്ടുകയായിരുന്നുവെന്ന് കൃഷ്ണദാസ് പറയുന്നു. സ്ഥാപനത്തിനെതിരെയും തന്നെ വഞ്ചിച്ചവർക്കെതിരെയും കൃഷ്ണദാസ് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. 14 ജില്ലകളിലെ 16 ശാഖകളിലായി 7000-ഓളം അംഗങ്ങൾ വൻ തുക നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഇതിൽ പലിശ വാഗ്ദാനത്തിൽ വീണ 5 കോടി രൂപ വരെ നിക്ഷേപിച്ചവരുമുണ്ട്. നിക്ഷേപമായി വാങ്ങിയ പണം റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിന് ഉപയോഗിച്ചതാണ് ഫാംഫെഡിന്റെ പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് കാരണമെന്നാണ് സൂചന. ഗുരുവായൂർ ശാഖയിലെ 9 ജീവനക്കാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി 5 കോടി രൂപയോളമാണ് നഷ്ടമായത്. 100 നിക്ഷേപകർ ഉണ്ടായിരുന്ന ശാഖയിൽ 70ഓളം കോടി രൂപ പിരിച്ചെടുത്ത് എന്നാണ് സൂചന. സ്ഥാപനത്തിനെതിരെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ 25ഓളം പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൃഷിക്കാരെ സഹായിക്കുവാനും കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനുമായി രൂപീകരിച്ച ഫാംഫെഡിൽ നിക്ഷേപം സ്വീകരിക്കാൻ അനുമതിയുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് ടെമ്പിൾ സ്റ്റേഷൻ ഇൻസ്പെക്ടർ G. അജയ്കുമാർ, SI പ്രീത ബാബു എന്നിവർ പറഞ്ഞു. ഹെഡിന്റെ ചെയർമാനും MD-യുമായ രാജേഷ് പിള്ള കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അറസ്റ്റിലായിരുന്നു.
അപ്പുറത്ത് ഇട്ടുണ്ടായിരുന്നു. 6 മാസമായിട്ട് അതിൻ്റെ പരിശീലനം ഞങ്ങളൊരു പരാതി സെല്ലിൽ കൊടുക്കാൻ പോവുകയാണ്. പോകുന്ന ഞങ്ങളുടെ പൈസ കിട്ടുന്നവരെ ഞങ്ങൾ അതിൻ്റെ പുറകെ ഉണ്ടാവും. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് പൊതുജനത്തെ ഈ കെണിയിൽ കുടുക്കുന്നത്. ഉപഭോക്താക്കളാകട്ടെ അമിത ലാഭം പ്രതീക്ഷിച്ച് ഉള്ള പണം മുഴുവൻ നൽകുകയും ചെയ്യും. പണത്തിന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിയ വിയർപ്പിന്റെ ബലം മുഴുവൻ മറ്റുള്ളവർ കൊണ്ടുപോകും. പിന്നെ കേസും കോടതിയുമായി നടന്നാലും പണം കിട്ടുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ഇനിയെങ്കിലും തട്ടിപ്പ് വീരന്മാരുടെ വലയിൽ വീഴാതിരിക്കുക. മഴയോട് മഴ. കാലവർഷവും ന്യൂനമർദ്ദവും ശക്തി പ്രാപിച്ചതോടെ സത്യത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇത്തവണ മഴ വളരെ നേരത്തെ എത്തിയതോടെ നാശനഷ്ടങ്ങളും ഏറെയാണ് ഉണ്ടായത്. ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വർഷക്കാലത്തിന് മുമ്പ് ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ഇനി നല്ല മഴയാകുമ്പോഴേക്കും എന്തെല്ലാം കാണണം, അനുഭവിക്കണം. ഇത്തവണ മെയ് 20 തന്നെ ശക്തമായ മഴയെത്തി. മഴയ്ക്കൊപ്പം കാറ്റും കൂടിയായപ്പോൾ നാശനഷ്ടത്തിന് ഇരട്ടി പ്രഹരമായി. ന്യൂനമർദ്ദമാണ് നേരത്തെയുള്ള മഴയ്ക്ക് കാരണമായത്. അതോടൊപ്പം കാലവർഷത്തിന്റെ വരവും കൂടിയായപ്പോൾ പ്രകൃതിയുടെ കലി കൂടി. ശക്തമായ കാറ്റിലും മഴയിലും മരക്കൊമ്പുകൾ പലയിടത്തും പൊട്ടിവീണു. വീടിന്റെ മുകളിലേക്ക് മരങ്ങൾ വീണ് നിരവധി വീടുകൾ തകരുകയും ഭാഗികമായി നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. നിരവധി വൈദ്യുതിക്കാലുകളും നിലം പൊത്തി. ഇതോടെ പ്രദേശവും ഇരുട്ടിലാകുന്ന സ്ഥിതിയായി. മുടങ്ങിയ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങളെടുത്തതോടെ KSEB ഓഫീസുകളിലേക്ക് പ്രതിഷേധവുമായി ആളുകളെത്തി. KSEB ഉദ്യോഗസ്ഥരെയും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ സ്ഥലങ്ങളിലെയും മരങ്ങൾ വീഴുമ്പോൾ അവിടെയെല്ലാം ഓടിയെത്തുക എന്നതും പ്രയാസമാണ്. എങ്കിലും വൈദ്യുതി മുടങ്ങാതെ കാര്യങ്ങൾ ചെയ്യാൻ ഓടി നടക്കുന്ന KSEB ജീവനക്കാരുടെ ശ്രമകരമായ ദൗത്യത്തെ പരാമർശിക്കാതിരിക്കാനാവില്ല. വൈദ്യുതി ഇല്ലാത്തത് ബുദ്ധിമുട്ടാണെങ്കിലും പൊതുജനങ്ങളും കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലാക്കുന്നത് നല്ലതാണ്. മറ്റൊന്ന് വെള്ളക്കെട്ടാണ്. മഴ പെയ്താൽ റോഡും തോടും ഒരുപോലെയാണ്. നിരവധി ഇടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. മതിയായി വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യമില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. അതോടൊപ്പം തോടുകളുടെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും മറ്റൊരു കാരണമായി. കെട്ടിടങ്ങൾക്ക് മുകളിലെ ഷീറ്റുമേഞ്ഞ മേൽക്കൂരകൾ വീണും അപകടമുണ്ടായി. നഗരത്തിലെ നഗരസഭാ കെട്ടിടങ്ങൾക്ക് മുകളിലെ ഷീറ്റുമേഞ്ഞ മേൽക്കൂരകൾ അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ ഏറെയായി. തകർന്നു വീഴുന്ന ഭാഗങ്ങൾ പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അധികാരികൾക്ക് നിസ്സംഗതയാണ്. പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം, മുനിസിപ്പൽ C ഷേപ്പ്, L ഷേപ്പ് കെട്ടിടങ്ങൾക്ക് മുകളിലെ മേൽക്കൂരകളാണ് ദ്രവിച്ച നിലം പൊത്താറായ അവസ്ഥയിലുള്ളത്. 2 പതിറ്റാണ്ട് മുൻപാണ് ഈ കെട്ടിടങ്ങൾക്ക് മുകളിൽ ഷീറ്റ് മേഞ്ഞത്. കാറ്റിൽ ഷീറ്റുകൾ പറന്ന് താഴേക്ക് വീഴുന്നതും പതിവായി. തലനാരിഴയ്ക്കാണ് ഇവിടെ അപകടങ്ങൾ പലപ്പോഴും ഒഴിവാകുന്നത്. പ്രകൃതിയാണ്, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ജാഗ്രതയോടെ ഇരിക്കുക എന്നതാണ് മുഖ്യം. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും മഴക്കാലം കഴിയുന്നതുവരെ ചുരുക്കത്തിൽ ആദിയും ഭീതിയും ഒഴിയില്ല എന്നതാണ് വാസ്തവം. ഒടുവിൽ പഞ്ചായത്ത് അധികാരികൾ കണ്ണു തുറന്നു. കണ്ണു തുറക്കാൻ CCTV ഇടപെടേണ്ടി വന്നു എന്ന് മാത്രം. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടതായിരുന്നു പ്രശ്നം. ഇതോടെ പൊതുജനം ബുദ്ധിമുട്ടിലായി. CCTV ഇത് വാർത്തയാക്കിയതോടെ നടപടിയും ഉണ്ടായി. കടങ്ങോട് പഞ്ചായത്തിലെ എയ്യാൽ ക്ഷേത്ര പരിസരത്താണ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകുന്ന സ്ഥിതിയുണ്ടായിരുന്നത്. ഇതുമൂലം റോഡിന്റെ വശങ്ങളിൽ സംരക്ഷണത്തിനായുള്ള കോൺക്രീറ്റിംഗ് നടത്താനാകാത്ത സ്ഥിതിവിശേഷമാണുണ്ടായിരുന്നത്. 80% നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച കേച്ചേരി മുതൽ പന്നിത്തടം വരെയുള്ള മേഖലയിൽ എയ്യാൽ ക്ഷേത്ര പരിസരത്തെ പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി നടത്തി ചോർച്ച പരിഹരിച്ചാൽ മാത്രമേ കോൺക്രീറ്റ് ചെയ്യാനാകൂ എന്നതായിരുന്നു അവസ്ഥ. നിരവധി തവണ കരാറു കമ്പനിക്കാർ, MLA, പഞ്ചായത്ത് ഭരണാധികാരികൾ എന്നിവരോട് പ്രശ്നപരിഹാരത്തിനായി ആവശ്യപ്പെട്ടെങ്കിലും ഒരു നടപടിയുമുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് CCTV കഴിഞ്ഞ 15-ാം തീയതി അധികാരികളുടെ നിസ്സംഗത ചൂണ്ടിക്കാട്ടി വാർത്ത നൽകിയത്. വാർത്തയെ തുടർന്ന് ബുധനാഴ്ച രാവിലെയോടെ പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകുന്നത് പരിഹരിക്കാൻ ജീവനക്കാരെത്തി. ഉച്ചയോടെ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ചതോടെ അടുത്ത ദിവസങ്ങളിൽ റോഡിന്റെ സംരക്ഷണത്തിനായി ഇരുവശങ്ങളിലും കോൺക്രീറ്റിംഗ് നടത്താനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. പന്നിത്തടം സെന്ററിൽ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഏകദേശം 150 മീറ്റർ മാത്രമാണ് ഇനി ടാറിംഗ് പൂർത്തീകരിക്കാനുള്ളത്. സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായതോടെ ആ പ്രവൃത്തിയും മഴ തടസ്സമില്ലെങ്കിൽ ഉടൻ പൂർത്തീകരിക്കും.
നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി ബൈപ്പാസ് തുറന്നു കൊടുക്കുന്നതോടെ കുന്നംകുളം മേഖലയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുകയും ചെയ്യും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അധികാരികൾ കാണാതെയല്ല കണ്ടില്ലെന്ന് നടിക്കും. എന്നാൽ പൊതുജനം കഴുതയല്ലെന്ന് കാണിക്കാൻ മാധ്യമങ്ങൾ ഇടപെടേണ്ടിയും വരും. അങ്ങനെ തെറ്റായ നയങ്ങൾ തുറന്നു കാണിക്കുമ്പോൾ നടപടിയെടുത്തല്ലേ പറ്റൂ. ഈ ആഴ്ച പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യവും ബോധവൽക്കരണവുമായി കടന്നു പോകുമ്പോൾ അതിന് പുല്ലുവില കൽപ്പിക്കാത്ത സാമൂഹ്യ വിരുദ്ധരുണ്ട്. തങ്ങളുടെ ജീവന്റെ നിലനിൽപ്പിനു കൂടി പരിസ്ഥിതി അനിവാര്യമാണെന്ന തിരിച്ചറിവ് ഇല്ലാത്തവർ. ഈ കൂട്ടരുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരോ മറ്റൊരു കൂട്ടരും. ജനവാസ കേന്ദ്രത്തിൽ ശുചിമുറി മാലിന്യം ഒഴുകി സാമൂഹ്യ വിരുദ്ധർ. ചൂണ്ടൽ പഞ്ചായത്തിലെ പട്ടിക്കര ചെറനല്ലൂർ റോഡിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ടാങ്കറിലെത്തിച്ച് മാലിന്യം ഒഴുക്കിയിട്ടുള്ളത്. മഴയിൽ ഒഴുക്കിയെത്തിയ മാലിന്യം വീട്ടുമുറ്റത്തേക്കും കിണറ്റിലേക്കും ഒഴുകിയെത്തിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് മേഖലയിലെ കുടുംബങ്ങൾ. പട്ടിക്കര സെന്ററിൽ നിന്നും ചെറനല്ലൂരിലേക്ക് പോകുന്ന റോഡിൽ ഞാലിൽ രാജീവ്, ഞാലിൽ ഷാജി, ഞാലിൽ സുകുമാരൻ, മമസ്രായിലത്ത് ഫൈസൽ എന്നിവരുടെ വീട്ടുമുറ്റത്തേക്കാണ് മഴയിൽ കുത്തിയൊലിച്ചെത്തിയ കക്കൂസ് മാലിന്യം തളം കെട്ടി നിൽക്കുന്നത്. വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ പോലും കഴിയാത്ത വിധമാണ് മാലിന്യം മുറ്റം നിറയെ പരന്നു കിടക്കുന്നത്. ഗുരുവായൂർ, തൃശൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന സാമൂഹ്യവിരുദ്ധരായ സംഘമാണ് സംഭവത്തിന് പിന്നിൽ. ടാങ്കർ ലോറികളിലെത്തിക്കുന്ന മാലിന്യം പാടശേഖരങ്ങളിലും പാതയോരത്തും തോടുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളിലും തള്ളുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ പാതയോരത്ത് തള്ളിയ മാലിന്യം ശക്തമായ മഴ പെയ്തതോടെ വീട്ടുമുറ്റങ്ങളിലേക്കും കിണറ്റിലേക്കും ഒഴുകിയെത്തുകയായിരുന്നു. ഞാലിൽ രാജീവിന്റെ വീട്ടിലെ കിണറ്റിലേക്കാണ് കക്കൂസ് മാലിന്യം ഒഴുകിയെത്തിയിട്ടുള്ളത്. കിണറ്റിലേക്ക് മാലിന്യം ഒഴുകിയിറങ്ങിയതോടെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷമാണ് കുടുംബാംഗങ്ങൾക്കുള്ളത്. കിണർ വറ്റിച്ച് വെള്ളം ശുദ്ധീകരിക്കണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടിവരുമെന്നത് കുടുംബത്തിന്റെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. പൊതു ഇടത്തിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളും പോലീസും തുടരുന്ന നിസ്സംഗതയാണ് ഇത്തരം സംഭവങ്ങൾ നിർബാധം തുടരുന്നതിന് കാരണമാകുന്നത്. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും കുന്നംകുളം പോലീസും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗം ആന്റോ പോൾ, കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ നന്ദൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. മേഖലയിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ മാലിന്യം തള്ളിയ ടാങ്കർ ലോറി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്കൊരുങ്ങുകയാണ് പോലീസും ആരോഗ്യ വിഭാഗവും. വൃത്തിയായി സൂക്ഷിക്കുന്ന വീടും പരിസരവും മറ്റുള്ളവർ എത്തി മലിനമാക്കുന്നത് കയ്യും കെട്ടി നോക്കിയിരിക്കാവുന്നതല്ല. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥ, മുറ്റത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത സ്ഥിതി, ദുർഗന്ധം വേറെയും. ശുചിമുറി മാലിന്യം ജനവാസ കേന്ദ്രത്തിൽ തള്ളി തടി തപ്പിയ കൂട്ടരെ കണ്ടെത്തുക തന്നെ വേണം. തക്കതായ ശിക്ഷയും വേണം. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ വെച്ചു പൊറുപ്പിക്കാൻ സാധിക്കില്ല. ഒന്നും രണ്ടുമല്ല, 32 പവനാണ് നഷ്ടപ്പെട്ടത്. ഉടമസ്ഥന് ഒന്നും മിണ്ടാതിരിക്കാനാവില്ല. ലക്ഷങ്ങളുടെ സ്വർണമാണ് മോഷണം പോയത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന് ഒരു തുമ്പ് പോലും കണ്ടെത്താനായിട്ടുമില്ല. ഇത് പോലീസിനും വലിയ നാണക്കേടാണ്. പോലീസ് അന്വേഷണം കാര്യക്ഷമമായല്ല നടത്തുന്നതെന്ന് പരാതിക്കാർക്ക് സംശയം തോന്നുന്നതിലും കുറ്റം പറയാനാവില്ല. എന്തായാലും കള്ളനെ കണ്ടുപിടിച്ചേ പറ്റൂ. പന്നിത്തടത്ത് ആളില്ലാതിരുന്ന വീട്ടിൽ നിന്ന് 32 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത സംഭവത്തിൽ മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ്. അന്വേഷണം കാര്യക്ഷമമല്ലെന്നറിയിച്ച കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒറുവിൽ അബ്ബാസിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കവർച്ച നടന്നത്. വീട്ടുകാർ സ്ഥലത്തില്ലാത്ത തക്കം നോക്കിയാണ് മോഷണം നടത്തിയത്. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ ലോക്ക് തകർത്ത് അകത്ത് കയറി അലമാര കുത്തി തുറന്ന് 32 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. സൗദിയിൽ ജോലി ചെയ്യുന്ന അബ്ബാസ് അവധിയിൽ നാട്ടിലെത്തി തിരിച്ചുപോയത് കഴിഞ്ഞ ഏപ്രിൽ 6-നാണ്. ഏപ്രിൽ 7-ന് വീട്ടിലുണ്ടായ മകൻ അംജദ് പാലക്കാട്ടുള്ള ജോലിസ്ഥലത്തേക്കും അംജദിന്റെ ഭാര്യ സാദിയ സ്വന്തം വീട്ടിലേക്കും മാതാവ് നഫീസക്കുട്ടി മകളുടെ വീട്ടിലേക്കും പോയിരുന്നു. അംജദ് ഏപ്രിൽ 12-ന് വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നത് മനസ്സിലായത്. കുന്നംകുളം ACP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസാണ് അന്വേഷണം നടത്തുന്നത്. അവരുടെ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. CCTVയിൽ
അറിയിക്കാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു അപാകത ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് ഡിവൈഎസ്പി നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് അവരന്ന് നടത്തിയതായ ഡോഗ് സ്ക്വാഡിൻ്റെയും പിന്നെ ഫിംഗറിങ്ങിൻ്റെ അവരുടെ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതായ ഒരു ലെറ്റർ, അതെല്ലാം അവർ ചെയ്തതായ റിപ്പോർട്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന്. തൃശൂർ പോലീസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും അന്വേഷണത്തിനായി സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ മോഷ്ടാവിലേക്ക് എത്തുന്ന തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നാട്ടിൽ തിരിച്ചെത്തിയ അബ്ബാസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. വിരലടയാള വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ ലഭിച്ച അടയാളങ്ങൾ കൂടുതലും വീട്ടുകാരുടേതായിരുന്നു. തിരിച്ചറിയാത്ത 2 വിരലടയാളങ്ങൾ സ്ഥിരം മോഷ്ടാക്കളുടേതല്ലെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്ന 5 ദിവസത്തിനുള്ളിലാണ് മോഷണം നടന്നത്. ഈ ദിവസം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തതും വീട്ടിലും പരിസര പ്രദേശങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്തതുമാണ് അന്വേഷണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം മോഷണത്തിന് പുറകിൽ ബന്ധുക്കളാണെന്നും സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു ലഭിച്ചു എന്നും പ്രചരണം നടക്കുന്നത് വീട്ടുകാർക്കും ബന്ധുക്കൾക്കും മാനസിക പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ അന്വേഷിച്ച് പിടിച്ചു വന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള സമാധാനം ഒന്ന് വീണ്ടെടുക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുള്ളത്. കാരണം ഇപ്പൊ അവർക്കിപ്പോൾ ഞങ്ങളെ സംശയിക്കാം, അല്ലെങ്കിൽ എല്ലാവരും സംശയിക്കാം. അപ്പൊ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഇന്ന ആൾക്കാർ ഇത് ചെയ്തെന്നും ഇത്ര മുതൽ ഇങ്ങനെ നശിപ്പിച്ചെന്നും ആ സത്യങ്ങൾ ഞങ്ങൾക്ക് ഇത് അറിയണം. കാരണം ഞങ്ങൾക്ക് പോലീസിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ മൗനം പാലിച്ചിരിക്കുന്നത്. അവരിതിന്റെ തെളിവുകൾ ഞങ്ങൾക്ക് കൊണ്ടുവരും എന്നുള്ളതിൽ വിശ്വാസം ഞങ്ങൾ ഇരിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന അന്വേഷണത്തിനൊക്കെ തിരിച്ചുവിടാവുന്ന ഒരു ഇൻഫർമേഷനാണ് നാട്ടിൽ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പ്രയാസമാകുന്നുണ്ട്. സ്വർണം കിട്ടാതെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആളുകളെ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ മോഷ്ടാവിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുവാനും വീട്ടുകാർ തയ്യാറാണ്. പക്ഷേ മോഷ്ടാവിനെ പുറത്തു കൊണ്ടുവരണം എന്നു മാത്രം. എത്രയും പെട്ടെന്ന് മോഷ്ടാക്കളെ കണ്ടെത്തണമെന്നും അല്ലാത്തപക്ഷം കൂടുതൽ പരാതികളുമായി മുന്നോട്ടു പോകുമെന്നാണ് വീട്ടുകാർ പറയുന്നത്. സാഹസികത അല്പം കൂടുതൽ പഠിച്ചവരാണ് ഡ്രൈവർമാർ. കാരണം അങ്ങനെ പഠിച്ചവർക്ക് നമ്മുടെ റോഡിലൂടെ ഇന്ന് വാഹനം ഓടിക്കാൻ സാധിക്കുള്ളൂ. അതാണല്ലോ റോഡിന്റെ അവസ്ഥ. തകർന്നത് ഒരു വശത്ത്, ഇനി നന്നാക്കിയ റോഡാണെങ്കിലോ അശാസ്ത്രീയതയുടെ പേരിൽ അവിടെയും തദൈവ. എങ്ങനെയായാലും യാത്രക്കാർ വഴിയിൽ കുടുങ്ങും എന്ന അവസ്ഥ. ഇതെല്ലാം ആരോട് പറയാൻ, ആര് കേൾക്കാൻ? കൊച്ചന്നൂർ മന്നലാംകുന്ന് PWD റോഡിൽ യാത്ര ദുഷ്കരമാണ്. ഭാരം കയറ്റി വന്ന ലോറിയടക്കം 3 വാഹനങ്ങളാണ് വ്യാഴാഴ്ച റോഡരികിൽ താഴ്ന്നത്. വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചന്നൂർ മുതൽ വടക്കേക്കാട് വരെ റോഡരികിൽ വലിയ ചാല് കീറിയാണ് ഗ്രൗണ്ട് പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. പൈപ്പ് സ്ഥാപിച്ചതിനു ശേഷം ശാസ്ത്രീയമായി ചാല് നികത്താത്തതാണ് വാഹനങ്ങളുടെ ടയറുകൾ താഴുന്നതിന് പ്രധാന കാരണം. മഴ പെയ്തതോടെ റോഡിന് ഇരുവശങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ ഡ്രൈവർമാർക്ക് വാഹനം റോഡിൽ നിന്ന് ഇറക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതുമൂലം പൊതുവെ വീതി കുറഞ്ഞ റോഡിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതോടെ ഗതാഗത കുരുക്കും ഇരട്ടിയായി. ബുധനാഴ്ച വൈകിട്ട് മെറ്റൽ കയറ്റി വന്ന ടോറസ് ലോറി താഴ്ന്നിരുന്നു. തുടർന്ന് മെറ്റൽ മറ്റൊരു ടെമ്പോ പിക്കപ്പിലേക്ക് മാറ്റിയാണ് കൊണ്ടുപോയത്. തുടർന്ന് കാറിന് സൈഡ് കൊടുക്കുന്നതിനിടെ പിക്കപ്പ് വാനും താഴ്ന്നു. പിന്നീട് JCB എത്തിച്ചാണ് വാഹനങ്ങൾ മാറ്റിയത്. കഴിഞ്ഞ ദിവസം യാത്രക്കാരുമായി പോകുകയായിരുന്ന ബസും ഇവിടെ താഴ്ന്നിരുന്നു. ദീർഘനേരം കെട്ടിക്കിടന്നാണ് ഒരു ലോഡ് കയറ്റുന്നത്. അതും സ്കൂൾ സമയങ്ങളിൽ സർവീസ് നടത്താൻ കഴിയുകയില്ല. ഇത്തരം സാഹചര്യത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ഡ്രൈവർമാർ പറയുന്നു. കരാറുകാരെ കൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ ചാലുകൾ മണ്ണിട്ട് തീർക്കുവാൻ അധികൃതർ തയ്യാറാകണം എന്നാണ് നാട്ടുകാരുടെയും യാത്രികരുടെയും ആവശ്യം. പേരിന് വേണ്ടി നിർമ്മാണം നടത്തി സ്ഥലം വിട്ടാൽ പോരാ, യാത്രക്കാർക്ക് അത് ഉപയോഗപ്രദമാകുന്നുണ്ടോ എന്നുകൂടി ഉറപ്പുവരുത്തണം. അപകടങ്ങൾ കുറയ്ക്കുവാൻ വേണ്ടി ചെയ്യുന്ന ആധുനികവൽക്കരണം ഒടുവിൽ ജീവൻ ഇല്ലാതാക്കുന്ന അവസ്ഥയായി മാറരുത്. ദിനംപ്രതി വാഹനങ്ങൾ താഴുന്നത് പതിവായ ഈ പാതയിൽ കരാറുകാർ തന്നെ പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.